നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് 7 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളിലെ ചലഞ്ചിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നോക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് സെൽഫ് എക്സ്പ്രഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തിയുടെ എനർജിയായിട്ടാണ് കാണിക്കുന്നത്. സാഹസികമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കാണുന്നത്. റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്കൊരു യാത്രയും കാണിക്കുന്നുണ്ട്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് പ്രോഗ്രസ് ആണ് കൊണ്ടുവരുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ലവ് ആൻഡ് കമ്പാഷൻ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഹേർട്ട് എന്താണോ പറയുന്നത്, ഹേർട്ട് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഇമോഷണൽ ബാലൻസിനെയാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ സ്നേഹം തിരികെ ലഭിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഹാർട്ട് ഓപ്പൺ ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് ഡീപ്പ് ലവ് എന്നാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരു ഇൻഫ്ലുവൻസറെയാണ് കാണിച്ചു തരുന്നത്. ഇൻസ്പയറിംഗ് അതേഴ്സ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളെ പിന്തുടരുന്ന വ്യക്തികളുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ആകർഷണീയമാകുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലീഡർഷിപ്പിനെ കാണിക്കുന്നു, സക്സസിനെ കാണിക്കുന്നു. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തിലേക്ക് സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, വിക്ടറി എന്നാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി സെൽഫ് ലവ് ആണെങ്കിൽ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക, നിങ്ങളുടെ ലക്ഷ്യത്തെ കാണുക. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളിലേക്ക് തിരികെ ലഭിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്.